അഭയം തേടി വന്ന ഇന്ദിരയുടെ പേരക്കുട്ടികൾക്ക് തണലായത് ലീഗാണെന്ന് കുറിപ്പെഴുതിയ KK ഖാദിർ വാർത്തയായതോടെ അത് കുറിപ്പ് തിരുത്തിയിട്ടുണ്ട്. MSFനെതിരായ ബാനർ ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് ലീഗ് സെക്രട്ടറി KM ഷാജിയും പറയും. പ്രവണത തെറ്റാണ്, ഒരു സംശയമില്ല. ഇതൊക്കെ ചില ക്യാമ്പസുകൾക്കകത്ത് മാത്രം ഉണ്ടാവുന്ന ഇഷ്യൂവാണ്. അത് അവിടെ തീരുകയും ചെയ്യും. അതൊരു പൊതുവിഷയമേ അല്ല. ആണ് എന്ന് MSFന്റെയോ KSUവിൻ്റെയോ സംസ്ഥാന പ്രസിഡന്റോ സെക്രട്ടറിയോ പറയുകയാണെങ്കിലും ഓക്കെ. അത് പറയാത്തിടത്തോളം കാലം അതൊരു പൊതുവിഷയമല്ല. MSF KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റോ സെക്രട്ടറിയോ MSFന്റെ സംസ്ഥാന പ്രസിഡന്റോ സെക്രട്ടറിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിലെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ പാർട്ടി അതിൽ ഇടപെടും. അല്ലാത്തിടത്തോളം ക്യാമ്പസിലെ പ്രാദേശികമായി മാത്രം നിൽക്കുന്ന ഒരു തർക്കത്തിൽ ഇടപെടേണ്ടതില്ല എന്നാണ് പാർട്ടി വിചാരിക്കുന്നത്. രഞ്ജിത്ത് ചേരുന്നു. രഞ്ജിത്ത്, ഇതൊരു പ്രാദേശിക വിഷയം മാത്രമല്ല എന്ന് തന്നെയല്ലേ നമ്മൾ വിലയിരുത്തേണ്ടത്? കാരണം നേരത്തെ SFI MSFന് ചാർത്തിയ വർഗീയ ചാപ്പയാണ് ഇപ്പോൾ സ്വന്തം പാളയത്തിൽ നിൽക്കുന്ന KSUവും ഏറ്റെടുക്കുന്നത്. നേരത്തെ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഒക്കെ ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ സംഘടിപ്പിച്ചിരുന്നു. അത് KSU MSF സൗഹൃദത്തിലേക്കും അല്ലെങ്കിൽ ആ കൂട്ടായ്മയിലേക്കും ഒക്കെ എത്തും എന്ന് തന്നെയാണ് നമ്മൾ കരുതുകയും അത് തന്നെയാണ് പല യൂണിവേഴ്സിറ്റി ഇലക്ഷനിലൊക്കെ കാണുകയും ചെയ്തത്. പക്ഷേ കാര്യങ്ങൾ ഇപ്പോൾ മാറി മറിയുന്നു എന്നതാണ്. ഇതൊരു പ്രാദേശിക വിഷയം മാത്രമായി ഒതുങ്ങില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? വിനിത, ലീഗിനെയും MSFനെയും ഒക്കെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് കൊടുവള്ളിയിലെ ഒരു ക്യാമ്പസിൽ ഉയർന്ന ഒരു ബാനർ എന്ന് പറയുന്നത്. MSF തോറ്റു, മതേതരത്വം ജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ MSF തോൽക്കുമ്പോൾ ജയിക്കുന്നത് മതേതരത്വമാണ് എന്നും KSU ജയിക്കുമ്പോൾ ജയിക്കുന്നത് മതേതരത്വവും MSF തോൽക്കുമ്പോൾ അവിടെ വർഗീയതയാണോ പരാജയപ്പെട്ടത് എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാവുന്നു. അല്ലെങ്കിൽ MSF വർഗീയ പ്രസ്ഥാനമാണ് എന്ന് KSU പറയാതെ പറയുകയാണോ എന്നുള്ളതാണ്. ഈ അല്പം മുമ്പ് നമുക്ക് ബൈറ്റ് തന്ന ഫിജാസ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് KMO കോളേജിലെ വിജയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, കുട്ടികളെ ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും പേരിൽ സംഘടിപ്പിക്കാൻ ഈ ക്യാമ്പസിലേക്ക് വരരുത് എന്നുള്ളത്. അപ്പോൾ അത് MSFനെ ഉദ്ദേശിച്ചാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിലൊരു രാഷ്ട്രീയ പ്രതിസന്ധി എന്ന് പറയുന്നത് MSFനെയും ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയുടെ ചാപ്പ കുത്താനാണ് CPM ശ്രമിക്കുന്നത്. MSFനെ വർഗീയവാദികളായി ചിത്രീകരിക്കാൻ SFIയും ശ്രമിച്ചിരുന്നു. അതേ വാദം ഇപ്പോൾ KSU ഒരു മുന്നണിക്കകത്ത് നിന്ന് ഉന്നയിക്കുമ്പോൾ അത് MSFനെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കൊടുവള്ളിയിലെ ലീഗ് നേതാക്കൾ പോലും ഇതിൽ പ്രതികരിച്ചത്. കൊടുവള്ളിയിലെ ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി അദ്ദേഹം ഒരു കൈ കടന്ന് ഈ അഭയം തേടിയെത്തിയ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അഭയം കൊടുത്ത തണലാണ് ലീഗ്, അത് മതേതരത്വത്തിന്റെ തണലാണ് എന്ന് പറയേണ്ടി വന്നു അദ്ദേഹത്തിന്. അപ്പോൾ ലീഗ് മതേതരമാണ് എന്ന കാര്യത്തിൽ കോൺഗ്രസിന് സംശയം ഉണ്ടായിരിക്കില്ല. പക്ഷേ KSUയുടെ ഒരു പ്രാദേശിക ഘടകം സംശയം ഉന്നയിക്കുമ്പോൾ അത് വലിയ പ്രതിസന്ധിയായി മാറുന്നുണ്ട്. ഏതായാലും MSFന്റെയും KSUവിന്റെയും സംസ്ഥാന ഘടകം അത് തള്ളിപ്പറയുന്നുണ്ട്. എങ്കിൽ കൂടി കൊടുവള്ളിയിൽ ഇപ്പോഴും അത് രാഷ്ട്രീയ ചർച്ചയാണ്. പ്രാദേശിക തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ വിഷയമാവാനും പോവുകയാണ്. ശരിക്കും നേതൃത്വം ഇടപെട്ട് തിരുത്തേണ്ടതാണ് അല്ലേ രഞ്ജിത്തെ? തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഇന്നലെ അലോഷ്യസിന്റെ KSU സംസ്ഥാന അധ്യക്ഷന്റെയും MSF സംസ്ഥാന അധ്യക്ഷൻ PK നവാസിന്റെയും ഒരു ഫേസ്ബുക്ക് കുറിപ്പിന് പുറമെ ഇതിലൊരു ക്ലാരിറ്റി വരുത്താൻ ആരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. MSF ഒരു വർഗീയ പ്രസ്ഥാനമാണ് എന്ന് KSUവിന് അഭിപ്രായമില്ല. MSF ക്യാമ്പസുകളിൽ വർഗീയ പ്രചരിപ്പിക്കുന്നുവെന്ന് KSUവിന് അഭിപ്രായമില്ല എന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ തുറന്ന് സമ്മതിക്കുവാനോ ഇങ്ങനൊരു ബാനർ എഴുതിയവർക്കെതിരെ നടപടി സ്വീകരിക്കുവാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. മാത്രവുമല്ല KSU നടത്തിയ ഈ ഒരു ബാനറിനെതിരെ MSFും അതിശക്തമായ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ മുന്നണി മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കാം അവർ ആ രീതിയിൽ ചെയ്യാത്തത്. എങ്കിൽ പോലും പ്രാദേശിക ഘടകങ്ങളിൽ വലിയ വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ അതിന്റെ പ്രതിഫലനം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള വിഷയം ഇപ്പോൾ കൊടുവള്ളിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് കൊടുവള്ളി നഗരസഭയിലെങ്കിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാം. ശരി, വ്യക്തമാണ്. VS രഞ്ജിത്താണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ തന്നത്.